നമസ്തേ രവിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. UAE സന്ദർശന വിസയുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചത്. ഇത് UAEയിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആശങ്കകൾ സമ്മാനിച്ചു. എന്നാൽ കൃത്യമായ രേഖകളുണ്ടെങ്കിൽ ആശങ്കകളൊന്നുമില്ലാതെ UAEയിലെത്താം. നാട്ടിൽ നിന്ന് UAE യാത്രയ്ക്ക് ഒരുങ്ങുന്ന പലരും ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ UAEയിലെയും കേരളത്തിലെയും വിമാനത്താവളങ്ങളിൽ സന്ദർശക വിസക്കാരുടെ മേലുള്ള പരിശോധനകൾ കർശനമാക്കിയിരുന്നു. ഇതോടെ ഒട്ടേറെ പേരുടെ യാത്ര മുടങ്ങി. സന്ദർശക വിസക്കാർക്കായുള്ള വ്യവസ്ഥകൾ വിമാന കമ്പനികൾ കർശനമായി പാലിച്ചതോടെയാണിത്. വിസയും വിമാന ടിക്കറ്റ് മാത്രമായി എയർപോർട്ടിലെത്തിയ നൂറുകണക്കിന് പേർക്ക് മടങ്ങേണ്ടി വന്നു. എന്നാൽ കൃത്യമായ യാത്രാരേഖകളുള്ളവർക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. ടൂറിസ്റ്റ് വിസയിൽ നാട്ടിൽ നിന്ന് UAEയിലേക്ക് യാത്ര തിരിക്കുന്നവർ ഇക്കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കുറഞ്ഞത് 3000 ദിർഹമോ തത്തുല്യമായ സംഖ്യയുടെ കറൻസിയോ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കൂടാതെ UAEയിലെ താമസ സൗകര്യത്തെക്കുറിച്ചുള്ള വിവരം ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ കൂടിയാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ മേൽവിലാസം, സാധുവായ മടക്കട്ടിക്ക് തുടങ്ങിയവയൊക്കെ നിർബന്ധമാണ്. വിസിറ്റ് വിസയല്ല, ശരിക്കും ഇതിനൊരു പദപ്രയോഗം ടൂറിസ്റ്റ് വിസയാണ്. ഈ ഒരു ടൂറിസ്റ്റ് വിസയിൽ UAEയിൽ വരുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മുടെ പാസ്പോർട്ടിന് 180 days, അതായത് പാസ്പോർട്ട് 6 മാസം വാലിഡിറ്റി നിർബന്ധമായിട്ടുണ്ടാവണം. സെക്കൻഡ്ലി, നമ്മൾ ഈ പാസ്പോർട്ടിൻ്റെ അഡ്രസ് പേജിൽ നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് ലീഗൽ ഗാർഡിൻ്റെ മുകളിലായിട്ട് ബാർകോഡിൻ്റെ സൈഡിൽ ഇമിഗ്രേഷൻ ചെക്ക് റിക്വയർ എന്ന പാസ്പോർട്ട് ആണെങ്കിൽ, ECR പാസ്പോർട്ട് ആണെങ്കിൽ നിർബന്ധമായിട്ടും അവർ അതാത് എയർലൈൻസിന് വിസ മെസ്സേജ് ഓക്കെ ടു മോഡ് കൊടുക്കേണ്ടതാണ്. ഇതാണ് നമുക്ക് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് നോക്കേണ്ട കാര്യം. പിന്നീട് നമ്മൾ നമുക്കൊരു വിസ ടൂറിസ്റ്റ് വിസ കോപ്പി കിട്ടിയാൽ നമ്മളെല്ലാം അത് ഗോ ത്രൂ ചെയ്യണം. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് എന്തെങ്കിലും മിസ്സിങ് വരാണെങ്കിൽ തന്നെ ബോർഡിങ് ചെയ്യാൻ വേണ്ടി അവർ അനുവദിക്കില്ല. അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഇപ്പം കോവിഡ് കവറേജ് ഇൻഷുറൻസ് ഇപ്പോഴും ഗവൺമെൻറ് വിത്ഡ്രോൺ ചെയ്തിട്ടില്ല. അതും കോവിഡ് കവർ ഇൻഷുറൻസും ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബേസിക് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളിപ്പം ടൂറിസ്റ്റ് വിസയിൽ വരുന്ന സമയത്ത് റിട്ടേൺ ടിക്കറ്റ് മസ്റ്റാണ്. നമ്മളൊരു ടൂറിസ്റ്റ് രാജ്യത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് ഒന്നിക്കൽ നമ്മുടെ ഹോം കൺട്രി അല്ലെങ്കിൽ നമ്മൾ റിസൈഡിങ് ചെയ്യുന്ന റെസിഡൻസ് കൺട്രിയിലേക്കുള്ള ഒരു റിട്ടേൺ ടിക്കറ്റ് നിർബന്ധമാണ്. ഇവിടെ ഇപ്പം ചില ടൂറിസ്റ്റുകൾ വന്ന് അവർ വിസ എക്സ്റ്റെൻഡ് ചെയ്യും. അവർക്കൊരു ഡെഫിനറ്റ് ട്രാവൽ തിരിച്ചുണ്ടാവില്ല, എക്സ്റ്റെൻഡ് ചെയ്യും. ഒരു പക്ഷേ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് വരുന്നതായിരിക്കാം, അവർക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ഈ ട്രാവൽ ഏജൻസിയോട് സംസാരിച്ചിട്ട് ഫ്ലെക്സി ക്യാൻസലേഷൻ ടിക്കറ്റ് നിർബന്ധമായിട്ട് കൈവശം വെക്കണം. ഡമ്മി എന്ന് പറയുന്ന സമയത്ത് ഡമ്മി ഒരു പക്ഷേ അവിടെ വാലിഡ് ആയിരിക്കില്ല, അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഫ്ലെക്സി ക്യാൻസലേഷൻ ടിക്കറ്റ് നിർബന്ധമായിട്ടും വാലിഡ് ടിക്കറ്റ് അവരോട് കൈവശം വെക്കാൻ വേണ്ടി നിർബന്ധമായിട്ടും നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ്, നമ്മൾ ടൂറിസ്റ്റിന് ഇവിടെ വരുന്നതാണ്. ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ സ്റ്റേ പ്രൂഫ്, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്നത് നമുക്ക്, അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ പാസഞ്ചേഴ്സിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അവരൊരു കൺട്രിയിൽ വരുന്ന സമയത്ത് അവരെവിടെ താമസിക്കും, ഒന്നുകിൽ ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ അവരെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ആണെങ്കിൽ അവരെ അഡ്രസ് പ്രൂഫ്. ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോ മണി. നമ്മളിവിടെ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടി പോകരുത്. ഇവിടെ വന്നാൽ ഇവിടെ ചിലവഴിക്കാനുള്ള ബേസിക് കാര്യങ്ങളൊക്കെ, നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ചിലവഴിക്കാനുള്ള ആ ഒരു എമൗണ്ടാണ്. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 3000 ദിർഹംസ് ഓർ ഇക്വലൻറ്റ് ടു ഇന്ത്യൻ റുപ്പീസ് 50,000 ആണ്. സന്ദർശക വിസയിൽ UAEയിൽ എത്തിയാൽ ശ്രദ്ധ വേണം. വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകാതെ രാജ്യത്ത് താമസിക്കുന്നത് നിയമലംഘനമാണ്. വിസ ഗ്രേസ് പീരീഡിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് സന്ദർശന വിസക്കാർ കൂടുതൽ സമയം താമസിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്ക് 1 month വിസ അല്ലെങ്കിൽ 2 month വിസ ഇതിനൊക്കെ ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. മുന്നേ ഗ്രേസ് പീരീഡ് 10 days ഗ്രേസ് പീരീഡ്.
1 വർഷമായിട്ട് ഇത് വിത്ഡ്രോൺ ചെയ്തു. അപ്പം ഇന്നും ആളുകൾ കൃത്യമായി അറിയുന്നില്ല എന്നതാണ്. ഇപ്പം നിങ്ങളൊരു വിസ വന്നു, നിങ്ങൾ ജൂൺ 8 തിരിച്ചു പോകണം, അവർ കരുതും 18 പോയാൽ മതി, ഒരു 10 ദിവസം കൂടി ഉണ്ടെന്ന്. ഈ ഒരു ഇഗ്നോറൻസ് ആണ് മെയിൻലി വരുന്നത്. കാരണം ഇപ്പം ഇന്ന് ലാസ്റ്റ് മെയ് മുതൽ UAE ഗവൺമെൻറ് ഇത് വിത്ഡ്രോ ചെയ്തു. കാരണം അങ്ങനെ ഒരു ഗ്രേസ് പീരീഡ് കൊടുക്കുന്നില്ല. 1 മന്ത് ആണെങ്കിൽ 30 ഡേയ്സ്, 2 മന്ത് ആണെങ്കിൽ 60 ഡേയ്സ് കൊണ്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകാതെ നിയമം ലംഘിച്ച് UAEയിൽ താമസിക്കുന്നവരെ കാത്തിരിക്കുന്നത് വലിയ പിഴകളാണ്. ദിവസക്കണക്കിനാണ് പിഴത്തുക നൽകേണ്ടി വരിക. ഓവർസ്റ്റേ ഫൈന് ഫസ്റ്റ് ഡേ വരുന്നത് 100 dirhams ആണ്. അത് റെസിഡൻസ് വിസ ആയാലും ശരി, വിസിറ്റ് വിസ ആയാലും ശരി. ആദ്യം വിസിറ്റ് വിസ 100 dirhams ആയിരുന്നു 1 ഡേ വരുന്നത്, റെസിഡൻസ് വിസ 25 dirhams ആയിരുന്നു. അതിപ്പോൾ രണ്ടും ചേഞ്ച് ചെയ്ത് അത് ഏകീകരിച്ചുകൊണ്ട് തന്നെ ഒരു ദിവസം ഫസ്റ്റ് ഡേ 100 dirhams ആണ്, സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് 50 dirhams ആണ്. അത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ 4 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ 100ഉം പിന്നെ 50 × 3 അങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഈ ഓവർ സ്റ്റേ ചെയ്തവർ തിരിച്ച് അവർക്ക് എക്സിറ്റ് ആവണമെങ്കിൽ ഒരു എക്സിറ്റ് ഫീസ് ഔട്ട് പാസ് ഫീ കൂടി ഉണ്ട്. അത് 241 dirhams വരും. അത് ഞങ്ങൾക്ക് ഒന്നുകിൽ ബോർഡറിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ മാത്രമേ അടക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. സന്ദർശക വിസ എടുത്ത് കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകാതെ നിയമം ലംഘിച്ച് UAEയിൽ താമസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് കർശനമായ പ്രവേശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ അധികൃതരെ നിർബന്ധിതരാക്കിയ കാരണങ്ങളിൽ ഒന്ന്. ഓർക്കുക, UAEയിൽ എത്തുന്നവരുടെ സുരക്ഷ കണക്കിലെടുത്താണ് പരിശോധനകൾ കർശനമാക്കിയിരിക്കുന്നത്. അതേസമയം കൃത്യമായ രേഖകളുണ്ടെങ്കിൽ സുഗമമായി UAEയിൽ എത്താം. നമസ്തേ അറേബ്യയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കാഴ്ചകളുമായി തിരികെ എത്താം.